ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇന്ന് നിയോഗ പ്രാർത്ഥനയുടെ 12ാമത്തെ ദിവസമാണ്. ഇപ്പോൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ചെറിയ ഒരു കുഞ്ഞു മുതൽ വലിയ ഒരു വ്യക്തി വരെയും അവരുടെ നിയോഗങ്ങളെയും അവരുടെ കണ്ണുനീരിനെയും അവരുടെ കുടുംബത്തെയും എല്ലാവരെയും ഈ പ്രാർത്ഥനയോട് ചേർത്ത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സമയത്ത് നമ്മുടെ നല്ലവനായ ദൈവത്തെ, നമ്മുടെ സൃഷ്ടാവായ ദൈവത്തെ നന്ദി പറഞ്ഞ് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം ദൈവമേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് ഞങ്ങൾക്ക് തന്ന ആയുസ്സിന്, അങ്ങ് ഞങ്ങൾക്ക് തന്ന ആരോഗ്യത്തിന് ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു. നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഈ പ്രാർത്ഥനയ്ക്ക് ഒത്തിരി നിയോഗങ്ങളോടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളെയും ഓർത്ത്, അവരുടെ കുടുംബങ്ങളെയും ഓർത്ത്, അവരുടെ മാതാപിതാക്കളെയും ഓർത്ത്, അവരുടെ പ്രിയപ്പെട്ടവരെയും ഓർത്ത് നന്ദി പറയുന്നു കർത്താവേ. ഈ പ്രഭാതത്തിൽ തന്നെ ഈ പ്രാർത്ഥനയിൽ ഈ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. നന്ദി പറയുന്നു പിതാവേ. ഹല്ലേലൂയ, സ്തോത്രം. ഇപ്പോൾ നിങ്ങൾ പേപ്പറിൽ എഴുതിയ നിയോഗങ്ങളെടുത്ത് അതിൽ കുരിശു വരച്ച്, യേശുവേ, എൻ്റെ നിയോഗങ്ങളെ സ്വീകരിച്ച് എനിക്ക് സാധിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കുക. നിയോഗങ്ങൾ എഴുതിയ പേപ്പർ എടുത്ത് അതിൽ കുരിശു വരച്ച്, യേശുവേ, എൻ്റെ നിയോഗങ്ങളെ സ്വീകരിച്ച് എനിക്ക് സാധിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കുക. ആമേൻ. നമുക്ക് പ്രാർത്ഥന തുടരാം. ഉണ്ണി ഈശോയ്ക്ക് ഒരു സമ്മാനം. 12ാം ദിനം. അവനെ പിള്ളക്കച്ച കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി. കാരണം സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല. ലൂക്ക 2-ാം അധ്യായം 7-ാം തിരുവചനം. സുകൃതജപം. എൻ്റെ ഉണ്ണി ഈശോയെ, എനിക്ക് നീ മാത്രം മതി. പുണ്യപ്രവൃത്തി. ഇഷ്ടമുള്ള TV പ്രോഗ്രാം ഉപേക്ഷിക്കുക. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഈ ലോകത്തിൽ മറ്റാരെക്കാളും അധികമായി ഞങ്ങളെ സ്നേഹിക്കുന്ന അമ്മേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഈ പ്രഭാതത്തിലും ഞങ്ങൾ അമ്മയോട് മാധ്യസ്ഥം യാചിക്കുന്നു. ഞങ്ങളെ കടന്നുപോയ നിമിഷങ്ങളെയും സുഖദുഃഖ സമ്മിശ്രമായ ജീവിത സാഹചര്യങ്ങളെയും ഓർത്ത് അങ്ങേക്ക് നന്ദി പറയുന്നു. പരമാർത്ഥ ഹൃദയത്തോടെ അങ്ങയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയും അങ്ങ് നിഷേധിക്കുകയില്ലെന്നും, അങ്ങിൽ ഹൃദയം ഉറപ്പിച്ചിരിക്കുന്നവർ അവിടുത്തെ സമാധാനത്തിൻ്റെ തികവിൽ ദിനവും സംരക്ഷിക്കപ്പെടുമെന്നുള്ള വാഗ്ദാനത്തിൽ അങ്ങ് സദാ കാരുണ്യവതിയുമാണെന്ന് ഞങ്ങൾ അറിയുന്നു. ഈ നിയോഗ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ അർപ്പിക്കുന്ന ഞങ്ങളുടെ നിയോഗങ്ങൾ അവിടുത്തെ തിരുക്കുമാരനോട് പറഞ്ഞ് ഞങ്ങൾക്ക് സാധിച്ചു തരണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങളെയും ഞങ്ങളുടെ നിയോഗങ്ങളെയും ഞങ്ങളെ വ്യക്തിപരമായും സമൂഹപരമായും അങ്ങേ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായ കന്യകാമറിയമേ, ഞങ്ങളുടെ ഇരുണ്ട നിമിഷങ്ങളിൽ ഞങ്ങളെ നയിക്കുന്ന തിളങ്ങുന്ന നക്ഷത്രമാണ് അവിടുന്ന്. ശാരീരികമായും മാനസികമായും ആത്മീയമായും രോഗശാന്തി തേടുന്ന ഞങ്ങളുടെ മേൽ അമ്മയുടെ നീലമേലങ്കിയുടെ സംരക്ഷണം എപ്പോഴും ഉണ്ടാകണമേ. ഞങ്ങളുടെ ജീവിതത്തിലെ നിരാശയുടെ അന്ധകാരത്തെ അകറ്റുകയും ഞങ്ങൾക്ക് നവോന്മേഷം നൽകുകയും ചെയ്തുകൊണ്ട് അമ്മയുടെ വെളിച്ചം ഞങ്ങളുടെ മേൽ, ഞങ്ങളുടെ ഭവനത്തിൻ്റെ മേൽ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ അമ്മേ, വിശ്വാസത്തിൻ്റെ മാതൃകയും
ദൈവഹിതത്തോടുള്ള വിധേയത്വവും പ്രാർത്ഥനയുടെ ശക്തിയിലും സ്വർഗീയ പിതാവിൻ്റെ സ്നേഹത്തിലും പൂർണ്ണമായി വിശ്വസിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. നിരാശയിൽ കഴിയുന്ന ഞങ്ങളുടെ മേൽ രോഗശാന്തിയുടെയും സാന്ത്വനത്തിൻ്റെയും അനുഗ്രഹം ചൊരിയേണ്ടതിന് അങ്ങയുടെ മകനോട് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. ഞങ്ങളുടെ വിശ്വാസത്തിൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ദൈവത്തിലുള്ള ഞങ്ങളുടെ ആശ്രയം എപ്പോഴും അചഞ്ചലമായിരിക്കട്ടെ. പരിശുദ്ധ മറിയമേ, ഞങ്ങളുടെ ജീവിതത്തിലെ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ ദുരിതമനുഭവിക്കുന്ന ഞങ്ങളുടെ അവസ്ഥകളിൽ ഞങ്ങളെ കൈപിടിച്ച് ഉയർത്തണമേ. ഗുരുതരമായ ഞങ്ങളുടെ ശരീരത്തിലെ അസുഖങ്ങളെ തൊട്ട് സുഖപ്പെടുത്തണമേ. ശാരീരിക വേദനയും അഗാധമായ ദുഃഖവും ഞങ്ങളിൽ നിന്ന്, ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് തുടച്ചു നീക്കണമേ. ദൈവിക കരുതലിൻ്റെ മാതാവേ, ഞങ്ങളുടെ ബലഹീനതയിലും നിസ്സഹായതയിലും ഞങ്ങളെ താങ്ങി നിർത്തണമേ. ജീവിതത്തിലെ പ്രതികൂല സാഹചര്യങ്ങളെ നേരിടുവാനും അമ്മയുടെ മാതൃസാന്നിധ്യത്തിൽ ആശ്വാസം കണ്ടെത്തുവാനും ഞങ്ങൾക്ക് ശക്തി നൽകണമേ. ഞങ്ങളെ സംരക്ഷിക്കുവാനും രോഗശാന്തിയിലേക്കും വിടുതലിലേക്കും ഞങ്ങളെ നയിക്കണമേ. പരിശുദ്ധ മാതാവേ, നിരാശരായ ഞങ്ങളുടെ സങ്കടങ്ങളിൽ അമ്മയുടെ സ്നേഹത്തിൻ്റെ നീലങ്കിയാൽ പൊതിയണമേ. കഷ്ടപ്പെടുന്നവരുടെ ആശ്വാസമായ പരിശുദ്ധ മറിയമേ, ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എല്ലാ വേദനകളും സങ്കടങ്ങളും കഷ്ടപ്പാടുകളും ഇല്ലാതാക്കുവാൻ ഞാൻ അമ്മയോട് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ വിശ്വാസത്തിൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഏറ്റവും പ്രയാസകരമായ നിമിഷങ്ങളിൽ പോലും അമ്മയുടെ സാന്നിധ്യത്തിലും ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹത്തിൻ്റെ ഉറപ്പിലും ഞങ്ങൾക്ക് ആശ്വാസം കണ്ടെത്തുവാൻ ഇടയാകട്ടെ. പ്രതീക്ഷയുടെയും സമാധാനത്തിൻ്റെയും പാതയിലൂടെ ഞങ്ങളെ നയിക്കുന്ന അമ്മയുടെ സ്നേഹം എപ്പോഴും ഞങ്ങളോട് കൂടെ ഉണ്ടാകണമേ. പരിശുദ്ധ അമ്മേ, അമ്മ ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കുകയും ഞങ്ങളുടെ അഭ്യർത്ഥനകളോട് പ്രതികരിക്കുകയും ചെയ്യണമേ. അത്ഭുതകരമായ രോഗശാന്തിക്കും ഞങ്ങൾ അമ്മയോട് നിലവിളിക്കുന്നു. നിരാശരായ ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് മാധ്യസ്ഥം വഹിക്കണമേ. അമ്മയുടെ സ്നേഹത്താൽ പൊതിഞ്ഞ് ഞങ്ങളെ കാത്തുകൊള്ളണമേ. പരിശുദ്ധ മാതാവേ, അമ്മയുടെ മാതൃത്വമുള്ള നന്മ ഞങ്ങളിൽ എത്തിക്കണമേ. ഞങ്ങളുടെ ഭവനങ്ങളിൽ സമാധാനവും സന്തോഷവും ഐശ്വര്യവും നിറമാടട്ടെ. ഞങ്ങളുടെ മക്കൾ, മാതാപിതാക്കൾ, സഹോദരങ്ങൾ എല്ലാവരെയും അവരുടെ ആവശ്യങ്ങളോടും ആഗ്രഹങ്ങളോടും കൂടി ഇതാ അമ്മയുടെ മാതൃകരങ്ങളിൽ സമർപ്പിക്കുന്നു. ഞങ്ങൾ ആഗ്രഹിക്കുന്ന സമാധാനവും ഐശ്വര്യവും ഞങ്ങളുടെ ഭവനത്തിൽ നിലനിർത്തണമേ. ഞങ്ങളുടെ ഭവനത്തിൽ സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഐക്യദാർഢ്യത്തിൻ്റെയും കൃപകൾ നൽകണമേ. ഞങ്ങളുടെ ഭവനത്തിൽ അമ്മയുടെ സാന്നിധ്യം ഒരിക്കലും നിഷേധിക്കുവാൻ ഇടവരുത്തരുതേ. ഞങ്ങളുടെ ഭവനത്തിൽ നിന്ന് ഒരാൾ പോലും ദൈവസ്നേഹത്തിൽ നിന്ന്, അമ്മയുടെ സ്നേഹത്തിൽ നിന്ന് അകന്നു പോകുവാൻ ഇടവരുത്തരുതേ. പരിശുദ്ധ മാതാവേ, അമ്മയുടെ ശക്തമായ മാധ്യസ്ഥത്തിൽ
ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവിക കരുതലിൽ വിശ്വസിക്കുവാനും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രയാസകരമായ സമയങ്ങളിൽ പോലും പ്രത്യാശ നഷ്ടപ്പെടാതിരിക്കുവാനും ദൈവത്തിലും പരിശുദ്ധ അമ്മയുടെ വിശ്വാസത്തിലും ഉറച്ചു നിൽക്കുവാനും എന്നെയും എൻ്റെ ഭവനത്തിലുള്ളവരെയും സഹായിക്കണമേ. അമ്മയിലൂടെ ദൈവത്തിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ച സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും കൃപകൾ എന്നും ഞങ്ങളിൽ ഉണ്ടാകട്ടെ. പരിശുദ്ധ അമ്മേ, അമ്മയുടെ സാന്നിധ്യത്തിലുള്ള ഈ പ്രാർത്ഥനയിൽ ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളും അമ്മയ്ക്ക് സമർപ്പിക്കുന്നു. ഞാൻ അറിയുന്നതിന് മുൻപ് തന്നെ എൻ്റെ ആവശ്യങ്ങൾ അറിയുകയും എന്നെ സഹായിക്കുകയും എന്നെ മനസ്സിലാക്കുകയും ചെയ്യുന്ന നല്ല അമ്മേ, എനിക്ക് ആവശ്യമായത് എന്താണെന്നും എൻ്റെ ഭവനത്തിന് ആവശ്യമായത് എന്താണെന്നും അവിടുന്ന് അറിയുന്നുവല്ലോ. ഞങ്ങൾക്ക് ആവശ്യമായ കൃപകൾ നൽകിക്കൊണ്ട് ഞങ്ങളിൽ നിന്ന്, ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് ഞങ്ങളുടെ കണ്ണുനീരും പ്രതിസന്ധികളും എല്ലാം തുടച്ചു നീക്കി ഞങ്ങളെ ദൈവിക വരപ്രസാദത്താൽ അനുഗ്രഹിക്കണമേ. ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും. നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അധികാരത്തിലെ നിധികളും രഹസ്യ ധനശേഖരവും ഞാൻ നിനക്ക് തരും. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവേ, ഞങ്ങളെ ഓരോരുത്തരെയും പേര് വിളിക്കുകയും കരം പിടിച്ച് നടത്തുകയും ചെയ്യുന്ന അവിടുത്തെ അനന്തമായ കാരുണ്യത്തിന് നന്ദി പറയുന്നു. ഞങ്ങൾ നടക്കേണ്ട വഴികൾ ഞങ്ങൾക്കായി ക്രമപ്പെടുത്തണമേ. ഞങ്ങളുടെ ജീവിത വഴികളിൽ തടസ്സങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ അവിടുത്തെ വാഗ്ദാനങ്ങളിൽ ഞങ്ങൾ ശരണപ്പെടുന്നു. എല്ലാ പ്രതിബന്ധങ്ങളെയും അവിടുന്ന് എടുത്തു മാറ്റുകയും ഞങ്ങളുടെ വഴികൾ സുഗമമാക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നീ ദിവസം വലിയ സാമ്പത്തിക പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഞങ്ങളെ ഓരോരുത്തരെയും അവിടുത്തെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ജോലിയില്ലാത്തതിൻ്റെയും ജോലി നഷ്ടപ്പെട്ടതിൻ്റെയും പേരിൽ വിഷമിക്കുന്ന ഞങ്ങളെ എല്ലാവരെയും അവിടുന്ന് ഓർക്കണമേ. ജപ്തി ഭീഷണി നേരിടുന്നവരെയും സമർപ്പിക്കുന്നു. സകല സമ്പത്തിൻ്റെയും ഇടയനായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ എല്ലാവരുടെയും കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു മാറ്റണമേ. ഞങ്ങളുടെ ജീവിതങ്ങളിൽ അത്ഭുതകരമായി ഇടപെടണം എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, വിദേശ പഠനത്തിനായി തയ്യാറെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികളെയും ഞങ്ങൾ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, ഒരിക്കലും കുറഞ്ഞു പോകാത്ത വിധം സ്വർഗത്തിൽ നിക്ഷേപം കരുതി വയ്ക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മാതാവേ, ഞങ്ങളുടെ മുൻപിൽ അടയ്ക്കപ്പെട്ട അവസരങ്ങളുടെയും അനുഗ്രഹത്തിൻ്റെതുമായ എല്ലാ വാതിലുകളും ഞങ്ങൾക്കായി തുറന്നു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എത്രയും വിവേകമുള്ള അമ്മേ, കന്യകാമാതാവേ, ഞങ്ങൾക്കെല്ലാവർക്കു വേണ്ടിയും പ്രത്യേകമായി വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന എല്ലാവർക്കും വേണ്ടി അമ്മ ഈശോയോട് പ്രാർത്ഥിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടിയും എല്ലാ മക്കൾക്ക് വേണ്ടിയും അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവും ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾ യാചിക്കുന്നു. ശത്രുവിൻ്റെ അട്ടഹാസത്തിലും ദുഷ്ടരുടെ പീഡനത്താലും ഞാൻ പരിഭ്രാന്തനായിരിക്കുന്നു.
അവർ എന്നോട് ദ്രോഹം ചെയ്യുന്നു. കോപത്തോടെ എനിക്കെതിരെ ശത്രുത പുലർത്തുന്നു. എൻ്റെ ഹൃദയം വേദന കൊണ്ട് പിടയുന്നു. മരണഭീതി എൻ്റെ മേൽ നിപതിച്ചിരിക്കുന്നു. കാരുണ്യമുള്ള ദൈവമേ, ഒരു പുതിയ ദിവസത്തിൽ അങ്ങയുടെ സ്നേഹവും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും അനുഭവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങൾക്കും ഞങ്ങളുടെ ഭവനത്തിനും നൽകുന്ന എല്ലാ കൃപകൾക്കും നന്ദി പറയുന്നു. ഓരോ ദിവസവും അവിടുത്തെ നവമായ സ്നേഹത്തെ വിളംബരം ചെയ്യുന്നു. ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും അങ്ങ് സംരക്ഷിച്ചു കൊള്ളണമേ. ഞങ്ങൾക്കും ലോകം മുഴുവനുമുള്ള എല്ലാവർക്കും വേണ്ടി അങ്ങേ പുത്രനോട് പ്രാർത്ഥിക്കണമേ. സന്തോഷത്തിൻ്റെയും പൂർത്തീകരണത്തിൻ്റെയും ഓരോ നിമിഷത്തിലും അമ്മയുടെ മാതൃസാന്നിധ്യം ഞങ്ങൾ തിരിച്ചറിയട്ടെ. സങ്കടത്തിൻ്റെയും പ്രയാസത്തിൻ്റെയും നിമിഷങ്ങളിൽ അമ്മയുടെ സംരക്ഷണം, ആലിംഗനത്തിൻ്റെ ആശ്വാസവും പിന്തുണയും ഞങ്ങൾക്ക് അനുഭവിക്കുവാൻ ഇടയാകട്ടെ. അമ്മയുടെ കൃപ എപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കട്ടെ. അത് ഐശ്വര്യത്തിലേക്കും സമാധാനത്തിലേക്കും യഥാർത്ഥ സന്തോഷത്തിലേക്കും എന്നെയും എൻ്റെ ഭവനത്തെയും നയിക്കട്ടെ. അമ്മയുടെ സ്നേഹനിർഭരമായ സാന്നിധ്യം, അമ്മയുടെ നിരന്തരമായുള്ള മാധ്യസ്ഥം ഞങ്ങളുടെ ജീവിതത്തിൻ്റെ കുരുക്കുകൾ അഴിച്ചുമാറ്റി ഭൗതികവും ആത്മീയവുമായ അഭിവൃദ്ധിയിലേക്ക് ഞങ്ങളെ നയിക്കണമേ. സ്വർഗീയ പിതാവിൻ്റെ കരങ്ങളിൽ ആന്തരിക സമാധാനത്തിലേക്കും ശാശ്വത സന്തോഷത്തിലേക്കും ഞങ്ങളെ നയിക്കണമേ. പരിശുദ്ധ മാതാവേ, ഞങ്ങളുടെ അപേക്ഷകൾ ഒരിക്കലും കേൾക്കുന്നതിൽ പരാജയപ്പെടാത്ത സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞി അമ്മയാണെന്ന് അറിഞ്ഞുകൊണ്ട് അമ്മയുടെ ശക്തമായ മധ്യസ്ഥതയിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു. എൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന കഷ്ടതകളും കഷ്ടപ്പാടുകളും നീക്കി എനിക്ക് ആവശ്യമായ കൃപകൾ നൽകണമേ. എല്ലാ വെല്ലുവിളികളും പരീക്ഷണങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കുവാനുള്ള കൃപ നൽകണമേ. എല്ലാ പ്രതിസന്ധികളെയും മറികടക്കുവാനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണമേ. ആമേൻ. വിശ്വാസപ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സ്രഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു, അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു.
അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.